everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 54th lecture on Strategic Cost and Management Accounting. This lecture is based on Standard Costing and Variance Analysis, which is the third module in the subject Strategic Cost and Management Accounting for semester 3 students of MCOM. In previous lecture, we were discussing about analysis of variances and importance of variance analysis. And in this lecture, we are going to discuss about material variances. നമ്മൾ വേരിയൻസിനെ കുറിച്ചും വേരിയൻസ് അനാലിസിസിനെ കുറിച്ചും വേരിയൻസ് അനാലിസിസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുമൊക്കെ ഡിസ്കസ് ചെയ്തു. ആൻഡ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞിരുന്നു അനാലിസിസ് ഓഫ് വേരിയൻസസ് ഓരോ എലമെൻ്റ് ഓഫ് കോസ്റ്റിനും സെയിൽസിനും നടത്താറുണ്ട്. അത് പ്രകാരം ഏതൊക്കെ വേരിയൻസസ് ആണ് ഉള്ളത് എന്ന് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. ഡയറക്റ്റ് മെറ്റീരിയൽ വേരിയൻസസ്, ഡയറക്റ്റ് ലേബർ വേരിയൻസസ്, ഓവർഹെഡ് വേരിയൻസസ് ആൻഡ് സെയിൽസ് വേരിയൻസസ്. അതിൽ മെറ്റീരിയൽ വേരിയൻസസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. In case of materials, the following may be the variances. മെറ്റീരിയൽസിൻ്റെ കേസിൽ ഇനി പറയുന്നവയാണ് വേരിയൻസസ്. ഫസ്റ്റ് വൺ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, സെക്കൻഡ് വൺ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, തേർഡ് വൺ മെറ്റീരിയൽ യൂസേജ് ഓർ ക്വാണ്ടിറ്റി വേരിയൻസ്, ഫോർത്ത് വൺ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഇസ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്. മെറ്റീരിയൽ വേരിയൻസസിൽ ഫസ്റ്റ് വൺ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ്, MCV. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് അലൗഡ് ഫോർ ദ ഔട്ട്പുട്ട് അച്ചീവ്ഡ് ആൻഡ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്ത ഔട്ട്പുട്ടിന് അലോ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റും യൂസ് ചെയ്ത മെറ്റീരിയൽസിൻ്റെ ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് പ്രകാരം അച്ചീവ് ചെയ്ത ഔട്ട്പുട്ടിന് അലോവബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ടായിരിക്കും. ആൻഡ് അവിടെ യൂസ് ചെയ്ത മെറ്റീരിയൽസ് എത്രയാണോ ആ മെറ്റീരിയൽസിൻ്റെ ആക്ച്വൽ കോസ്റ്റും ഉണ്ടായിരിക്കും. ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് വേരിയേഷൻസ് ഇൻ യൂസ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഉണ്ടാകാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് മെറ്റീരിയൽസിൻ്റെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചും മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റിയുടെ യൂസിലുണ്ടാകുന്ന വേരിയേഷൻസുമാണ്. ഓക്കെ, ദസ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് മേ ബി എക്സ്പ്രസ്ഡ് ആസ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിനെ ഈ പറയുന്ന ഫോർമുലാസിലൂടെ കണ്ടെത്താവുന്നതാണ്. First formula is material cost variance is standard cost of materials for actual output minus actual cost of materials used, or material cost variance is material price variance plus material usage or quantity variance, or material cost variance is material price variance plus material mix variance plus material yield variance. നമുക്കിനി ഫോർമുലാസ് വൺ ബൈ വൺ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഫോർമുല മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഈസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ്. ഈ ഫോർമുല പ്രകാരം മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കമ്പ്യൂട്ട് ചെയ്യുന്നതിനായി നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടും ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡും കമ്പ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നോക്കാം ഈ പറഞ്ഞ കോസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന്. In order to calculate material cost variance, it is necessary to know material cost variance calculate ചെയ്യുന്നതിനായി ഇനി പറയുന്ന കമ്പോണൻറ്റ്സ് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് വിച്ച് ഷുഡ് ഹാവ് ബീൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ആക്ച്വൽ ഔട്ട്പുട്ട്. അതായത് സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ്സ് പ്രകാരം ആക്ച്വൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നീഡഡായ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ആണ് ആദ്യം കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. ദസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഈസ് ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് പെർ യൂണിറ്റ്. അതായത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് കണ്ടെത്തുന്നതിന് വേണ്ടി ആക്ച്വൽ ഔട്ട്പുട്ടിനെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് പെർ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദെൻ വി വിൽ ഗെറ്റ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, and the second one is standard price per unit of materials.
പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ ഉള്ള സ്റ്റാൻഡേർഡ് പ്രൈസ്. ഫസ്റ്റ് കമ്പോണൻറ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ആണ് പറഞ്ഞത്. സെക്കൻഡ് കമ്പോണൻറ്റ് സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽസ്. സോ ഈ രണ്ട് കമ്പോണൻസും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽസ് ചെയ്താൽ വി വിൽ ഗെറ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ക്ലിയർ? ദെൻ തേർഡ് വൺ ഈസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ്. ആക്ച്വൽ യൂസ് ചെയ്ത മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ അതാണ് തേർഡ് കമ്പോണൻറ്റ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ആക്ച്വൽ പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽസ്, അതായത് പെർ യൂണിറ്റ് മെറ്റീരിയലിൻ്റെ ആക്ച്വൽ പ്രൈസ്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡും ആക്ച്വൽ പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ്. ക്ലിയർ? ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടിൽ നിന്നും ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് മൈനസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ക്ലിയർ? നമുക്കിനി സെക്കൻഡ് ഫോർമുല നോക്കാം. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് പ്ലസ് മെറ്റീരിയൽ യൂസേജ് ഓർ ക്വാണ്ടിറ്റി വേരിയൻസ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ യൂസേജ് ഓർ ക്വാണ്ടിറ്റി വേരിയൻസും കൂടി ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ബിക്കോസ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൻ്റെ ഡിവിഷനാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ യൂസേജ് ഓർ ക്വാണ്ടിറ്റി വേരിയൻസും. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ യൂസേജ് ഓർ ക്വാണ്ടിറ്റി വേരിയൻസും എന്താണ് എന്നുള്ളതും അതിൻ്റെ ഫോർമുലയും നമ്മൾ നെക്സ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആൻഡ് ദ തേർഡ് ഫോർമുല ഈസ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് പ്ലസ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് പ്ലസ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ മിക്സ് വേരിയൻസും മെറ്റീരിയൽ ഈൽഡ് വേരിയൻസും കൂടി ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. നമ്മൾ സെക്കൻഡ് ഫോർമുലയിൽ പറഞ്ഞിരുന്നു മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൻ്റെ ഡിവിഷനാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ യൂസേജ് ഓർ ക്വാണ്ടിറ്റി വേരിയൻസും. സോ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ യൂസേജ് ഓർ ക്വാണ്ടിറ്റി വേരിയൻസും കൂടി ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ആൻഡ് ഹിയർ മെറ്റീരിയൽ യൂസേജ് ഓർ ക്വാണ്ടിറ്റി വേരിയൻസിൻ്റെ ഡിവിഷനാണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസും മെറ്റീരിയൽ ഈൽഡ് വേരിയൻസും. സോ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൻ്റെ ഫോർമുല മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് പ്ലസ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് പ്ലസ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്നാണ്. ഇതിൽ മെറ്റീരിയൽ മിക്സ് വേരിയൻസും മെറ്റീരിയൽ ഈൽഡ് വേരിയൻസും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് മെറ്റീരിയൽ യൂസേജ് ഓർ ക്വാണ്ടിറ്റി വേരിയൻസ് തന്നെയാണ്. ക്ലിയർ? If the standard cost is more than the actual cost, the variance will be favorable. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണ് ആക്ച്വൽ കോസ്റ്റിനേക്കാളും കൂടുതലെങ്കിൽ വേരിയൻസ് ഫേവറബിൾ ആണ്. ഓൺ ദി അതർ ഹാൻഡ്, if the actual cost is more than the standard cost, the variance will be unfavorable or adverse. In case ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ വേരിയൻസ് അൺഫേവറബിൾ അല്ലെങ്കിൽ അഡ്വേഴ്സ് ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ കൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആകും. ഓക്കെ, വി വിൽ ഡിസ്കസ് എബൌട്ട് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആൻഡ് മെറ്റീരിയൽ യൂസേജ് ഓർ ക്വാണ്ടിറ്റി വേരിയൻസ് ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ. താങ്ക് യു.